ജോലിക്ക് പോയ ഏട്ടൻ ഉച്ചക്ക് വന്നിട്ട് പറഞ്ഞു വേഗം റെഡി ആയാലും ഒരു സിനിമക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അത് കേട്ട പാതി കേൾക്കാത്ത പാതി വേഗം തന്നെ അത് ഉടുപ്പ് ഇട്ട് മുടിയും കെട്ടി വേഗം ഇറങ്ങാട്ടോ. വേറെ അധികം ഒരുക്കത്തിനൊന്നും നിന്നില്ല. മക്കളെയും വേഗം തന്നെ കിട്ടിയ ഉടുപ്പൊക്കെ ഇടിച്ച് അങ്ങോട്ട് റെഡിയായി ഇറക്കിയിട്ടാ. എന്താന്ന് വെച്ചാൽ 3:30 ആയിരുന്നു, 4 മണിക്ക് ഷോ തുടങ്ങുമല്ലോ. അപ്പൊ വേഗം തന്നെ ഇതാ പോവാണേ. ഞങ്ങളിപ്പോ പോകുന്ന ന്യൂക്ലിയസ് മോളിലേക്കാണ്. കൺമണി ഫസ്റ്റ് ടൈമാണ് സിനിമക്ക് പോകുന്നത്. നേരത്തെ ഒന്നും കൊണ്ടുപോയിട്ടില്ല. അവള് കുഞ്ഞായിരുന്നപ്പോ തൊട്ടേ കൊണ്ടുപോകണം ഇങ്ങനെ വിചാരിക്കും. പക്ഷെ അതിന് അങ്ങനെ അത്ര നല്ല സിനിമകളൊന്നും അങ്ങനെ പോയി കാണാൻ പിള്ളേരുമായിട്ട് പോയി കാണാൻ പറ്റുന്ന സിനിമകളൊന്നും ഉണ്ടാവാത്ത കൊണ്ടിട്ട് അങ്ങനെ പോയില്ല. ഇപ്പൊ ഞങ്ങൾ പോകുന്ന സിനിമ ആട് 3 ആണ് കേട്ടോ. അപ്പൊ താൻ ന്യൂക്ലിയസ് മോളിലാണ്, ഞങ്ങൾ പാനലിലാണ് സിനിമ കാണാൻ വന്നിരിക്കുന്നത്. കൺമണി ഉണ്ടായിക്കഴിഞ്ഞ് ഞങ്ങൾ ഒരു സിനിമക്ക് എന്തോ പോയിട്ടുള്ളൂ കേട്ടോ, തുടരും കാണാനായിട്ട്. അപ്പൊ കണ്ണന് അന്ന് ആ സിനിമ കാണണമെന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞത് കൊണ്ടിട്ട് അങ്ങനെ പോയതാണേ. അപ്പൊ അവൾ ആ സമയത്ത് ചേച്ചിയുടെ താക്കിയിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ അവളന്ന് ഭയങ്കര കരഞ്ഞെന്നൊക്കെ ചേച്ചി പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായി. അപ്പൊ ഇനി അങ്ങനെ പോകണ്ട, അവള് കൂടി വലുതായിട്ട് പോയാൽ മതി എന്നൊരു തീരുമാനത്തിൽ അങ്ങനെ ഞങ്ങൾ സിനിമക്ക് പോക്കൊക്കെ നിർത്തി വെച്ചതായിരുന്നു. അങ്ങനെ ആട് 3 ഇറങ്ങിയപ്പോഴത്തേക്ക് ഇപ്പൊ കണ്ണിന് വെക്കേഷൻ തുടങ്ങിയല്ലോ. അപ്പൊ വെക്കേഷൻ ഒരു സിനിമ കാണാൻ പോവാതിരുന്നാലും മോശമല്ലേ, അവർക്ക് ഒരു ഇതൊക്കെയല്ലേ സന്തോഷം. അങ്ങനെ കാണാനായിട്ട് വന്ന അപ്പൊ കൺമണി എന്തായിരിക്കും അവളുടെ ആ റിയാക്ഷനൊക്കെ തിയേറ്ററിൽ ആദ്യം ചെല്ലുമ്പോഴത്തേക്കുള്ള ആദ്യമായിട്ടുള്ള ഇങ്ങനെ സിനിമ കാണലൊക്കെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഒരു കുഴപ്പമുണ്ടാവാതെ ആ സമയം മുഴുവൻ അവൾ നല്ല സഹകരിച്ച് തന്നെ ഇരുന്നിട്ടാ. നന്നായിട്ട് തന്നെ ഞങ്ങൾക്ക് സിനിമ കാണാനും പറ്റി. അങ്ങനെ സിനിമയെ കണ്ട് ഞങ്ങൾ ഇറങ്ങാണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.